أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه وعلى الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറ്റവും ആദരം നിറഞ്ഞ അധ്യക്ഷൻ KVK മുഹമ്മദ് ഫൈസി അവർകളെ, ഖാദി മുഹമ്മദ് മുസ്ലിയാർ, ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കേരളത്തിന്റെ പ്രഗത്ഭ പ്രഭാഷകനും പണ്ഡിതനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ അബ്ദുൽ സമദ് കോട്ടൂർ സാഹിബ്, ബഹുമാന്യനായ MC മുഹമ്മദ് സാഹിബ്, അബ്ദുസ്സലാം അഖവി തുടങ്ങിയ വേദിയിലെ പ്രമുഖരായ നേതാക്കളെ, ഈ സദസ്സിലെ എന്റെ പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ഭക്തിനിർഭമായ ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച കീഴ്ശ്ശേരി മഹല്ല് ജമാഅത്ത് യുവജന സംഘത്തിന് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ പ്രിയങ്കരായ മുഷ്ഫിഖിന്റെ പേരിലാണ് ഈ ഒരു സദസ്സ് നാമകരണം ചെയ്തിട്ടുള്ളത്. നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മിൽ നിന്നും അവൻ വിട്ടുപോയി മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും അവൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു ചെറിയ യുവാവാണ്. യുവാക്കൾക്ക് മാതൃകയായിക്കൊണ്ട് ഇന്ന് ഏതൊരാൾക്കും സംഭവിക്കുന്ന ഒരു സത്യമാണ് മരണം. എല്ലാ സൃഷ്ടികളും മരണത്തിന്റെ രുചി അറിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില മരണങ്ങൾ ഇവിടെ വലിയ ഓർമ്മകളായി, വലിയ പാഠങ്ങളായി ചരിത്രം സൃഷ്ടിക്കുന്ന മരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവാറുണ്ട്. അതിലൊരു മരണമാണ് നമ്മുടെ പ്രിയങ്കരനായ മുഷ്ഫിഖിന്റെ മരണം. ആയിരങ്ങൾ തടിച്ചുകൂടിയ ഈ ഒരു സദസ്സ് തന്നെ അവന്റെ പേരിൽ നാമകരണം ചെയ്യുന്നു. അവനെ ഓർത്തുകൊണ്ട് അവരുടെ സ്മരണയിൽ ഇവിടെ പ്രഭാഷണം നടത്തുന്നു. ഇതിലൊക്കെ വലിയ മഹത്വമുണ്ട്. അല്ലാഹു അവന്റെ പാരത്രിക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ. അവന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവന്റെ പരലോക ഗുണം ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിതാവും കുടുംബമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളും മറ്റുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അത് അല്ലാഹു അവന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവിടെ ബഹുമാനനായ MC മുഹമ്മദ് സാഹിബിന്റെ സ്വാഗത പ്രസംഗമാണ് ഈ ഒരു സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അദ്ദേഹം പ്രായത്തിൽ കൂടുതലെന്ന് തോന്നിക്കുമെങ്കിലും വളരെ യുവത്വത്തോടു കൂടി അദ്ദേഹം ഇവിടെ ഒരു പേപ്പർ ഇവിടെ അവതരിപ്പിച്ചു. കാലിക പ്രസക്തമായ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളെ അതിജയിക്കുവാൻ ഒരു മഹല്ലിന് എത്രത്തോളം സാധിക്കും, അതിന്റെ ഒരു ശ്രമം ഒന്നോണം ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ അമൃത TV റമസാനോട് അനുബന്ധിച്ച് ഒരു ഇന്റർവ്യൂ
ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. അദ്ദേഹം ഇന്ന് രാവിലെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു വലിയ മറുപടി ആയിക്കൊണ്ടാണ് ഈ ഒരു സദസ്സിനെ ഞാൻ കാണുന്നത്. അദ്ദേഹം ചോദിച്ചു, മുസ്ലിം സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ധൂർത്തിന്റെയും സ്ത്രീധനത്തിന്റെയും അത്തരത്തിലുള്ള എല്ലാ തിന്മകളുടെയും പേരിലൊക്കെ തന്നെ മുസ്ലിം സമൂഹം പോകുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരമായി താങ്കളുടെ സമൂഹത്തിന്റെ നേതാക്കൾ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം നാവിടറിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ, സ്ത്രീധന വിരുദ്ധ ക്യാമ്പുകൾ, അതുപോലെ യുവാക്കളെ നന്മയിലേക്ക് നയിക്കുവാനായുള്ള ബോധവൽക്കരണങ്ങൾ, അങ്ങനെ നാനാ തുറകളിലുള്ള മേഖലകളിൽ ഒക്കെ തന്നെയും ഒരു പുനരുദ്ധാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം മഹല്ല് കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന, നമുക്ക് പലർക്കും അറിയുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്നാൽ അൽഹംദുലില്ലാഹ് ഈ ഒരു മഹല്ല് അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനം ഇവിടെ നേരത്തെ MC സൂചിപ്പിക്കുകയുണ്ടായി. പാവപ്പെട്ടവരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതി, അതുപോലെ സ്ത്രീകൾക്കുള്ള തറാവീഹ് നമസ്കാരം, ഇതൊക്കെ തന്നെ മറ്റുള്ള മഹല്ലുകളിലൊക്കെ തന്നെ ഇല്ലാത്തതായിക്കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഒരു മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മാറുക തന്നെ ചെയ്യും എന്നുള്ളത് ഉള്ള ഉദാഹരണമാണ് ഈ ഒരു സദസ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നേതാക്കൾ നമുക്കുണ്ടെന്നുള്ളതാണ്. നേതാക്കളുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നന്മയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഇവിടെ വളരെ ഗൗരവമായ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ദുനിയാവല്ല ആഖിറമാണ് ജീവിതം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. അള്ളാഹു ഈ ഒരു കർമ്മം നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹു റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഐശ്വര്യം പകരട്ടെ. നല്ല മനുഷ്യരായി ജീവിക്കുവാൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റട്ടെ. സാമ്പത്തികപരമായി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ, മറ്റുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശാന്തിയും സമാധാനവും സംതൃപ്തിയും നൽകിക്കൊണ്ട് അവരെ സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരും അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം നാളെ ജന്നാത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഇതിന് നേതാക്കളായ ഒരുപാട് ആളുകൾ, MC പോലുള്ള വളരെ നിസ്വാർത്ഥരായ നേതാക്കൾ, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല നിലയിൽ അവരെ നമ്മളെ നയിക്കുവാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നാളെ ജന്നാത്തിന്റെ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ മുഫ്ലിഹിന്റെ പേരിലാണ് അവന്റെ സ്മരണയിൽ ഇനി യുവാക്കൾക്ക് ഒരുപാട് പാഠമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് വന്നപ്പോൾ പറയുമായിരുന്നു, അദ്ദേഹം ആ കുട്ടി എന്നത് സ്കൂൾ വിട്ടു വന്നാൽ വീടിറങ്ങി പോവാതെ പള്ളിയും അതുപോലെ പണ്ഡിതരുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സാത്വികനായ ഒരു കുട്ടിയാണ്. ഇന്നത്തെ യുവാക്കൾക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠമാണ്. ഇന്ന് എവിടെയോ നടക്കുന്ന ഫുട്ബോളിന്റെ തരംഗം തലയിൽ കയറിക്കൊണ്ട് എല്ലാം വിട്ടുകൊണ്ട് ഇവിടെ അഴിഞ്ഞാടുന്ന
ഒരു സംസ്കാരം നമ്മുടെ യുവാക്കളിലേക്ക് വരും. അതുപോലെ എന്റർടൈൻമെന്റിലേക്ക് കൂടുതൽ കുട്ടികൾ പോകുന്നു, തിന്മയിലേക്ക് പോകുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തിന്മയിലേക്ക്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ നന്മയിലേക്ക് ക്ഷണിക്കുവാനുള്ള സമൂഹം ബൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങൾ ഉണ്ടാവട്ടെ. ആ ഒരു സമൂഹമാണ് നാം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കാണ് വിജയം എന്നുള്ളതും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മോദി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم بلغوا عني ولو آية. സ്നേഹാദരവുകളുള്ള നമ്മുടെ ഈ വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷനും നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റുമായ KVK ഫൈലി അവർകളെ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച അഭിവന്ദനായ MC മുഹമ്മദ് അജി സാഹിബ്, അഭിവന്ദനായ വേദിയിലെ അബ്ദുസലാം ബാക്കവി, ഖാദി മുഹമ്മദ് മുസ്ലിയാർ, പള്ളിയിലെ ഇമാം, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരുടെ പേരിലാണോ ഈ മജ്ലിസ് ഒരുക്കിയത്, മുഹമ്മദ് മുഷ്ഫിഖ് എന്ന പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സഹോദരന്, ആ കൊച്ചു വിദ്യാർത്ഥിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആ കുഞ്ഞിന്റെ പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ച നല്ലവരായ പ്രദേശത്തെ യുവാക്കൾക്കും അതിന് സഹായിച്ച അദ്ദേഹത്തിന്റെ പിതാവടക്കമുള്ള കുടുംബത്തിനും അർഹതപ്പെട്ട പ്രതിഫലം അല്ലാഹു ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളായി വളർത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതകാലം അത്രയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിക ജീവിതം നിർവഹിക്കുവാനും മരണസമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഓരോരുത്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. ഇസ്ലാമിക ഉമ്മത്തിന്റെ അടിസ്ഥാന ഘടകമായ നമ്മുടെ മഹല്ല് ജമാഅത്തുകളിൽ നല്ല പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധ്യമായാൽ ഒട്ടേറെ പരിവർത്തനങ്ങൾ നമ്മുടെ മഹല്ലത്തിലൂടെ ജനങ്ങളിൽ വരുത്താൻ നമുക്ക് സാധ്യമാകും. ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കേവലം പള്ളിയുടെ പരിപാലനമാകുന്ന ചെറിയ പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട് ഒതുങ്ങി നിൽക്കേണ്ടവരല്ലെന്നും മഹല്ലത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞ ഒരു പറ്റം ആളുകളുടെ പ്രവർത്തനോന്മുഖതയാണ്
ഇവിടെ ഒരു റിപ്പോർട്ടിലൂടെ ബഹുമാന്യനായ MC മുഹമ്മദ് ഹാജി സാഹിബ് അവതരിപ്പിച്ചു.